ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അപ്രതീക്ഷിത സൈനിക നീക്കത്തിലൂടെ അമേരിക്ക തടവിലാക്കിയതിന് പിന്നാലെ ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ ക്യൂബയിലേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യൂബയ്ക്ക് നൽകിയ അന്ത്യശാസനവും തുടർന്ന് തന്റെ വിശ്വസ്തനായ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ക്യൂബൻ പ്രസിഡന്റ് ആകുന്നതിനെക്കുറിച്ച് നടത്തിയ പ്രതികരണവും ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലുള്ള ക്യൂബയുടെ ഭാവി എന്താകും എന്ന ചോദ്യം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമാണ്. അടുത്തിടെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രംപ് പങ്കുവച്ച ഒരു പോസ്റ്റാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. മാർക്കോ റൂബിയോ ക്യൂബയുടെ അടുത്ത പ്രസിഡന്റ് ആകുമെന്ന് ഒരു ഉപയോക്താവ് കുറിച്ചപ്പോൾ അത് കേൾക്കാൻ നല്ല സുഖമുണ്ട് എന്നതായിരുന്നു ട്രംപിൻ്റെ മറുപടി. ഇത് കേവലം ഒരു തമാശയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ താൽക്കാലിക പ്രതികരണമോ ആയി തള്ളിക്കളയാനാവില്ല. കാരണം അമേരിക്കൻ വിദേശ നയങ്ങളിൽ നിർണായക സ്വാധീനമുള്ള റൂബിയോ ക്യൂബൻ കുടിയേറ്റക്കാരുടെ മകനാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തോടുള്ള കടുത്ത എതിർപ്പിന്റെ പേരിൽ പ്രശസ്തനായ റൂബിയോയെ ലാറ്റിൻ അമേരിക്കൻ കാര്യങ്ങളിൽ ട്രംപ് തന്റെ പ്രധാന ആയുധമായാണ് കാണുന്നത്. ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമല്ലെങ്കിലും ക്യൂബയിലെ ഭരണമാറ്റത്തിന് അമേരിക്ക പദ്ധതിയിടുന്നുണ്ട് എന്ന ആശങ്ക വർദ്ധിക്കുന്നു. മുൻപ് വെനസ്വേലയിലും സമാനമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ മഡൂറോ അമേരിക്കയുടെ പിടിയിലായതോടെ അടുത്ത ലക്ഷ്യം ഹവാനയാണെന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. വർഷങ്ങളായി ക്യൂബയുടെ സാമ്പത്തിക നിലനിൽപ്പിന്റെ നട്ടെല്ല് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയായിരുന്നു. ഇതിന് പകരമായി ക്യൂബ നൽകിയത് വെനസ്വേലൻ ഭരണകൂടത്തിന് വേണ്ടിയുള്ള സുരക്ഷാ സേവനങ്ങളും രഹസ്യാന്വേഷണ സഹായങ്ങളുമായിരുന്നു. എന്നാൽ ജനുവരി ആദ്യവാരം നടന്ന ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന സൈനിക നീക്കത്തിലൂടെ മഡൂറോയെ അമേരിക്ക പിടികൂടിയതോടെ ഈ ബന്ധം മുറിഞ്ഞു. വെനസ്വേലയിൽ നിന്നുള്ള ഒരു തുള്ളി എണ്ണയോ ഒരു രൂപയോ ഇനി ക്യൂബയിലേക്ക് പോകില്ലെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ക്യൂബയ്ക്ക് വെനസ്വേലയിൽ നിന്ന് വലിയ തോതിൽ ലഭിച്ചിരുന്ന പണവും എണ്ണയും ഇനി മുതൽ ലഭിക്കില്ല. സീറോ. വൈകുന്നതിന് മുമ്പ് ഒരു കരാറിലെത്താൻ ഞാൻ അവരോട് നിർദ്ദേശിക്കുന്നു എന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. വെനസ്വേലയിലെ മഡൂറോയുടെ കൊട്ടാരത്തിൽ നടന്ന പോരാട്ടത്തിൽ 30-ലധികം ക്യൂബൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇത് ക്യൂബൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ്. എണ്ണയും വിദേശ സഹായവും നിലയ്ക്കുന്നത് ക്യൂബയിലെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ഈ സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1959-ൽ ഫിഡൽ കാസ്ട്രോയുടെയും ചെഗുവേരയുടെയും നേതൃത്വത്തിൽ നടന്ന വിപ്ലവം അമേരിക്കൻ അനുകൂല ബാറ്റിസ്റ്റ ഭരണകൂടത്തെ അട്ടിമറിച്ചതോടെയാണ് ഈ ശത്രുത തുടങ്ങുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിച്ച കാസ്ട്രോയെ പുറത്താക്കാൻ അമേരിക്ക പലതവണ ശ്രമിച്ചിട്ടുണ്ട്. 1961-ലെ പ്രസിദ്ധമായ ബേ ഓഫ് പിഗ്സ് ആക്രമണവും ലോകത്തെ ആണവയുദ്ധത്തിൻ്റെ വക്കിലെത്തിച്ച 1962-ലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയും ചരിത്രത്തിലെ കറുത്ത ഏടുകളാണ്. അമേരിക്കൻ ഉപരോധത്തെ ദശാബ്ദങ്ങളോളം ചെറുത്തുനിന്ന ചരിത്രമാണ് ക്യൂബയുടേത്. കാസ്ട്രോയുടെ കാലശേഷം മിഗ്വൽ ഡിയാസ് കാനൽ ഭരണമേറ്റെങ്കിലും അമേരിക്കയോടുള്ള നിലപാടിൽ മാറ്റമുണ്ടായില്ല. ലാറ്റിൻ അമേരിക്കയിലെ വിപ്ലവത്തിൻ്റെ കനലായി നിലകൊള്ളുന്ന ക്യൂബയെ തകർക്കുക എന്നത് ട്രംപിൻ്റെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ദീർഘകാലമായുള്ള ലക്ഷ്യമാണ്. മൺട്രോ ഡോക്ട്രിൻ എന്നറിയപ്പെടുന്ന അമേരിക്കൻ വിദേശകാര്യ നയത്തിൻ്റെ ഭാഗമായി ലാറ്റിൻ അമേരിക്കയിൽ മറ്റ് രാജ്യങ്ങളുടെയോ പ്രത്യയശാസ്ത്രങ്ങളുടെയോ സ്വാധീനം അനുവദിക്കില്ലെന്ന വാശിയിലാണ് വൈറ്റ് ഹൗസ്. ട്രംപിൻ്റെ ഭീഷണികൾക്ക് ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡിയാസ് കാനൽ നൽകിയ മറുപടി സുവ്യക്തമാണ്. ക്യൂബ ഒരു സ്വതന്ത്രവും പരമാധികാരവുമുള്ള രാഷ്ട്രമാണ്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ട. മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ അവസാന തുള്ളി രക്തം വരെ ഞങ്ങൾ പോരാടും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അമേരിക്കയുടേത് വെറുമൊരു ക്രിമിനൽ മേധാവിത്വമാണെന്നും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് ആരോപിച്ചു. അമേരിക്ക ഉയർത്തുന്ന സമ്മർദ്ദം ക്യൂബയിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. നിലവിൽ തന്നെ വൈദ്യുതി ക്ഷാമവും ഭക്ഷണ ദൗർലഭ്യവും മൂലം ക്യൂബൻ ജനത വലയുകയാണ്. ഇതിനിടയിലേക്കാണ് വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വിതരണം തടഞ്ഞുകൊണ്ടുള്ള ട്രംപിൻ്റെ ഈ നീക്കം. ഇത് ജനങ്ങളെ തെരുവിലിറക്കാനും ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കാനും ഇടയാക്കുമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. വെനസ്വേലയിലെ സൈനിക ഇടപെടൽ ക്യൂബയുടെ കാര്യത്തിലും അമേരിക്ക ആവർത്തിക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം. ഒരു വശത്ത് കരാറുകൾക്കായി സമ്മർദ്ദം ചെലുത്തുമ്പോൾ മറുവശത്ത് ഭീഷണിയുമായി ട്രംപ് നിൽക്കുന്നു. മാർക്കോ റൂബിയോയെ പോലെയുള്ള ഒരാളെ പ്രസിഡന്റായി വാഴിക്കുക എന്ന ആശയത്തിന് പിന്നിൽ ക്യൂബൻ ഭരണകൂടത്തെ രാഷ്ട്രീയമായി അസ്ഥിരപ്പെടുത്തുക എന്ന തന്ത്രമാവാം. എങ്കിലും പതിറ്റാണ്ടുകളായി തങ്ങൾ കാത്തുസൂക്ഷിച്ച വിപ്ലവ വീര്യം അത്ര പെട്ടെന്ന് അടിയറവ് വയ്ക്കാൻ ക്യൂബൻ ജനത തയ്യാറാവുമോ എന്നത് കണ്ടറിയണം. ലാറ്റിൻ അമേരിക്ക വീണ്ടും ഒരു വൻശക്തി പോരാട്ടത്തിൻ്റെ വേദിയാകുമ്പോൾ അത് ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.